ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ്. ഐ എം ഫ്രം ബാംഗ്ലൂർ. തിരുവെഴുത്തുകളെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ മനസ്സിലുണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 40-ൽ പരം എപ്പിസോഡുകളിൽ നിങ്ങളുടെ അനേകം ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വ്യക്തവും തൃപ്തികരവുമായ മറുപടി നൽകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്നും നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ പ്രശസ്ത ബൈബിൾ സ്കോളറും ഹീബ്രു അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 3-ാം വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. വചനം ഇപ്രകാരം പറയുന്നു: ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. ചോദ്യം ഇതാണ്: ഇത് അന്തിക്രിസ്തുവിനെ പറ്റിയല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ സഭയുടെ റാപ്ചർ, ഉൾപ്രാപണം, അന്തിക്രിസ്തുവിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പേ എങ്ങനെ സംഭവിക്കും? താങ്ക് യു മാം. നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഒരു ചെറിയ തിരുത്തലോടുകൂടിയാണ് നമ്മൾക്ക് ഇതിന്റെ ആൻസർ ആരംഭിക്കേണ്ടത്. ഈ അന്തിക്രിസ്തു എന്നൊരു ടെർമിനോളജി ബൈബിളിലില്ല. ആന്റൈ ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു, ക്രിസ്തുവിനോട് എതിർത്ത് നിൽക്കുന്നവനെന്നാണ്. ഈ അന്തിക്രിസ്തു എന്ന് എങ്ങനെയോ ഈ സഭയ്ക്കകത്ത് വന്ന ഒരു തെറ്റായ പ്രയോഗമാണ്. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ കോളേജ് പഠിപ്പിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സാർമാർക്കൊക്കെ വട്ടപ്പേരിടുന്നത് അന്തിക്രിസ്തു എന്ന്. റാന്നി കോളേജിൽ ഒരു പ്രിൻസിപ്പളിന്റെ പിള്ളേരെല്ലാം കൂടി പേരിട്ടിരുന്നു അന്തിക്രിസ്തു എന്നുള്ളത്. അതൊരു ക്രിസ്ത്യൻ ടെർമിനോളജി അല്ല. 2, ആദ്യമേ വിശ്വാസത്യാഗം, പിന്നെ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, ധർമ്മമൂർത്തിയുടെ വെളിപ്പാട്, ധർമ്മമൂർത്തിയുടെ വെളിപ്പാട്. അപ്പം that means is revelation and then his manifestation. His revelation and then his manifestation. നമ്മൾ ഈ സൂക്ഷ്മമായിട്ട് വാക്കുകളുടെ അർത്ഥം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നില്ല. ഒരു കാര്യത്തെ പറ്റിയുള്ള അറിവ്, പൂർണ്ണ ജ്ഞാനം ലഭിക്കുന്നതാണ് റെവലേഷൻ എന്ന് പറയുമെങ്കിൽ, അത് മുന്നിൽ നമ്മൾ നിൽക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ. ഈ മാനിഫെസ്റ്റേഷൻ കൊണ്ട് റെവലേഷൻ ഉണ്ടാകണമെന്നില്ല. നമുക്കറിയത്തില്ല മുന്നിൽ നിൽക്കുന്നത്. അല്ല, ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യം, മാനിഫെസ്റ്റേഷൻ കൊണ്ട് റെവലേഷൻ ഉണ്ടാകണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. മാനിഫെസ്റ്റേഷൻ കൊണ്ട് റെവലേഷൻ ഉണ്ടാകണമെന്നില്ല. ഗോട്ട് ഇറ്റ്. ഇപ്പം ആദ്യമായിട്ട് ഈ ഫ്ലൈറ്റ് ഒക്കെ വരുന്ന സമയത്ത്, സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ കർത്താവിൻ്റെ വരവിനെ പറ്റി ഇങ്ങനെ ഓർത്തും പ്രാർത്ഥിച്ചും പാട്ടെഴുതി കിടക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറിയ ചേറ്റപ്പുരയ്ക്കകത്ത് താമസിക്കുന്നത്. അപ്പോഴാണ് ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ് പൂന്ന് പറഞ്ഞത്. അപ്പച്ചൻ വിചാരിച്ചു കർത്താവ് വന്നതാണ്, കാഹളമാണ്. ഈ ചേറ്റയും പറിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ്, ഓടിയിട്ടൊന്നും എത്തുന്നില്ല, നമ്മൾ പോകുന്നില്ല. സോ സംതിങ് മാനിഫെസ്റ്റഡ്. അതിനെ പേര് റെവലേഷൻ കിട്ടിയോ? ഇല്ല. ഇത് ഫ്ലൈറ്റ് ആണെന്നും ഇത് കർത്താവിന്റെ കാഹളമല്ലെന്നും ഈ ശബ്ദം കേട്ട് നമ്മൾ എപ്പോഴും പോകത്തില്ലെന്നും ഒന്നും മനസ്സിലായില്ലല്ലോ. അപ്പം റെവലേഷൻ എന്ന് പറയുന്നത് to get a complete understanding of something that is hidden so far എന്നാണ്.
അതുവരെ മറഞ്ഞിരുന്ന ഒരു കാര്യം മറനീക്കി പുറത്തു വന്നു. അത് റെവലേഷനും. ഇനിയും ആ കാര്യം നമുക്ക് ഫിസിക്കലായിട്ട് കാണാൻ കഴിയുന്നതിന് മാനിഫെസ്റ്റേഷൻ എന്ന് പറയും. The one happens in your intellectual brain realm, understanding realm, and the other happens in your physical realm. Yes. ഇവിടെ ആദ്യമേ അധർമ്മമൂർത്തിയുടെ വെളിപ്പാട് ഇങ്ങനെയാന്ന് എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെടുകയും വേണം. That is not manifestation. That is not manifestation. Manifestation is yet to come. Yeah. Manifestation is yet to come. നമുക്ക് നോക്കാമേ. ഈ ആന്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന അധർമ്മമൂർത്തി അത് മാനിഫെസ്റ്റഡ് ആകുന്നത് മഹോദരകാലത്തിന്റെ 2ാം പകുതിയിലാണ്. കാഹളം ധ്വനിച്ചു, സഭ എടുക്കപ്പെട്ടു, ഭൂമിയിൽ മഹോദരം ആരംഭിച്ചു. സോ കോൾഡ് ആന്റൈ ക്രൈസ്റ്റിന്റെ ഭരണം ആരംഭിക്കാൻ പോവാം. അപ്പോഴൊന്നും ഇത് ആന്റൈ ക്രൈസ്റ്റ് ആണെന്ന് ആർക്കും മാനിഫെസ്റ്റഡ് ആകുന്നില്ല. പക്ഷെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള വെളിപ്പാട് ലഭിച്ച ദൈവമക്കൾക്ക് ഇത് ആന്റൈ ക്രൈസ്റ്റ് ആണെന്ന് വെളിപ്പെടുന്നു. ഈ മഹോപദ്രവത്തിന്റെ പകുതിയിൽ ഇയാൾ യെരുശലേം ദേവാലയത്തിൽ ഇയാളുടെ പ്രതിമ സ്ഥാപിച്ചിട്ട് പന്നിയെ അറുത്ത് ചോര അവിടുത്തെ തളിക്കും. അപ്പോഴാണ് ദാറ്റ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി അബോമിനേഷൻ ഓഫ് ദ ഡെസലേഷൻ. ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത, അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, അതാണ് ഈ അധർമ്മമൂർത്തി എന്ന് പറയുന്നത്. അതുതന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ആന്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പുള്ളിയുടെ മാനിഫെസ്റ്റേഷൻ. പക്ഷെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം? പ്രത്യക്ഷത എന്ന് പറയാം. ഇവിടെയോ ഇപ്പൊ നമ്മൾ ഈ അധർമ്മമൂർത്തി എന്ന എതിർ ക്രിസ്തുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക. എതിർ ക്രിസ്തുവിനെ പറ്റി സംസാരിക്കുന്നത് എത്ര കൊല്ലമായെന്നറിയാമോ? എൻ്റെ ഒരു 19th സെഞ്ചുറി ആരംഭം മുതലാണ് ഈ ടോപ്പിക് സീരിയസ് ആകാൻ തുടങ്ങി. അതുവരെ ആൾക്കാർ വലിയ സീരിയസ് ആണെന്ന് എടുത്തിട്ടില്ല. 19th സെഞ്ചുറി ആരംഭം മുതൽ പല പല ലോക സംഭവങ്ങൾ അതിലേക്ക് നയിക്കാൻ തുടങ്ങി. പല ലോക സംഭവങ്ങളും അപ്പോഴേക്ക് ഏതാണ്ട് യഹൂദന് അന്ന് വരെ ദൈവജനമായിട്ട് റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ല. അന്ന് വരെ യഹൂദനെ അവർ ദൈവമക്കളാണ് എന്ന് റോമൻ കത്തോലിക്ക സഭ അംഗീകരിച്ചിട്ടില്ല. അപ്പം ജൂവിഷ് പെർസ്പെക്റ്റീവിൽ റോമൻ കത്തോലിക്ക സഭ ആന്റൈ ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാണ്. നമ്മൾ 20th സെഞ്ചുറി ആരംഭിക്കുക. 20th സെഞ്ചുറി ആരംഭിക്കുമ്പോഴേക്ക് ഈ റഷ്യൻ കമ്മ്യൂണിസം ഭയങ്കര സ്ട്രോങ് ആയി. റഷ്യൻ കമ്മ്യൂണിസം സ്ട്രോങ് ആയി കഴിഞ്ഞപ്പോൾ റഷ്യയിലെ ജാക്കോബൈറ്റ് ചർച്ചിനെതിരായിട്ടാണ് അവർ എഴുന്നേക്കുന്നത്. റഷ്യയിലെ ഭൂവുടമന്മാരും കച്ചവടക്കാരും ഈ ബൂർഷ്വാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അപ്പൊ ഇവരെ തല്ലിക്കൊല്ലുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പണി. എത്ര മില്യൺസിനെയാണ് അവര് കഴുത്തറുത്ത് കൊന്നുകളഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളുടെ കണ്ണിൽ എതിർ ക്രിസ്തുവിന്റെ ആൾക്കാരാരാ? കമ്മ്യൂണിസ്റ്റുകാര്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ടു ക്രിസ്ത്യാനിറ്റി കൊണ്ടുവരുന്നത്.
ഉം. എനിക്ക് തോന്നുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് ടു ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, ഉം. ഈ ലോകത്തിൽ നീ കഷ്ടങ്ങൾ സഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് വിശുദ്ധനായി ജീവിച്ചാൽ വരുന്ന ലോകത്തിൽ നിന്ന് കർത്താവിനോടുകൂടി സന്തോഷിക്കാം. ഉം. അതിനെപ്പറ്റി കമ്മ്യൂണിസ്റ്റുകാർ പരിഹസിച്ച് പറഞ്ഞത്, യു ഡു ഓൾ യുവർ ലൈഫ്, യു സഫർ ഓൾ യുവർ ലൈഫ് ഓൺ എർത്ത്, life full of suffering on earth, hoping when you die there is a pie in the sky. ഈ ലോകം നീ പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് ഉപദ്രവം സഹിച്ച് തന്നെ ജീവിക്കുക. ഉം. മരിച്ചു കഴിയുമ്പം അവിടെ നല്ലൊരു പാൽപ്പായസം വെച്ചിട്ടുണ്ട് മേടിച്ചെല്ലുമ്പം. ചേട്ടാ, ഈ ജീവകാലം മുഴുവൻ കഷ്ടപ്പെട്ടും വല്ലവൻ്റെ അടിയിടിയും കൊണ്ട് ജീവിച്ചിട്ട് അവസാനം സ്വർഗത്തിൽ പോയി പായസം കുടിക്കുന്ന കാര്യം, that's a wrong idea. Instead, we can build heaven on this earth. ഉം. മരണശേഷമുള്ള സ്വർഗമല്ല, ഇപ്പം നമുക്ക് സ്വർഗം നിർമ്മിക്കാം. ഭൂമിയിലെ സ്വർഗം. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ്. ഉം. ക്രിസ്ത്യാനിറ്റിക്ക് ഒരു ഐഡിയോളജിക്കൽ ഓൾട്ടർനേറ്റീവ് വന്നപ്പോൾ അമേരിക്കൻ ക്രിസ്ത്യൻസിൻ്റെ കണ്ണിൽ ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ഉം. അമേരിക്കൻ ബൈബിൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ മുഴുവൻ റഷ്യക്കാർ വരും, കമ്മ്യൂണിസ്റ്റുകാർ വരും, അവർ നമ്മുടെ പള്ളിയിൽ കയറും, അമേരിക്കയിൽ കയറും, സൺഡേ സ്കൂളെല്ലാം നിരോധിക്കും, ബൈബിളെല്ലാം കത്തിച്ച് കളയും. ഇതാ പഠിപ്പിക്കുന്ന പിള്ളേരെ. ഉം. അത്രയും വിവരം അവർ കിട്ടിയിട്ടുള്ളൂ. ഉം. പിന്നെ ഈ മൂവ്മെൻ്റൊക്കെ കുറെ കൂടെ സ്ട്രോങ് ആയപ്പോഴേക്ക് മിക്കവാറും പ്രൊട്ടസ്റ്റന്റ് വേൾഡിന് ഉറപ്പായി ഈ ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് റോമിലെ മാർപ്പാപ്പയാണ്. ഉം. നോക്കിയപ്പോൾ മാർപ്പാപ്പയ്ക്ക് കിരീടമുണ്ട്, നല്ല പളവള എന്നുള്ള ഡ്രസ്സുണ്ട്, അല്ലേ? പുള്ളിയെ നമ്മൾ ഒരു വലിയ മൃഗത്തിൻ്റെ മണ്ടയ്ക്ക് ഇരുത്തി ഇനി ഒരു സാരിയും ഒരു കള്ളുകുപ്പിയെ കൊണ്ട് പുള്ളിയുടെ പുറകെ പോകുന്നത്, ഇതൊക്കെ ഒന്ന് കൊടുത്ത് മഹാവേശിയായിട്ട് ഇങ്ങനെ വരാൻ. ഉം. 100 കൊല്ലം കൃത്യമായിട്ട് പെന്തക്കോസ്റ്റ് ലോകം ഈ കൊള്ളരാഴിയ പറഞ്ഞ ആൾക്കാരെ വിശ്വസിപ്പിച്ചു. ഏത് കൊള്ളരാഴിയ? പോപ്പാണ് ആന്റിക്രൈസ്റ്റ്. ആൻറ്റൈ ക്രൈസ്റ്റ് വരുന്നത്. പോപ്പ് ആൻറ്റൈ ക്രൈസ്റ്റ് വരുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 14 ആർട്ടിക്കിൾസ് ഇതിനെതിരായിട്ട് എഴുതിയതാണ് ഞാൻ. 14 ആർട്ടിക്കിൾസ് ഇതിനെതിരായിട്ട്. ഓക്കെ. പോപ്പ് അല്ല ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന്. അതിന് എന്നെ എതിർക്കാഞ്ഞ പെന്തക്കോസ്റ്റ് വിശ്വാസികളായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ എതിരാളി എൻ്റെ അപ്പനായിരുന്നു. അച്ഛന് വിശ്വസിക്കാൻ, എൻ്റെ മോനാണ് ഈ വൃത്തികേട് വിളിച്ച് പറയുന്നത്. പോപ്പ് അല്ല അന്ത്യക്രിസ്തു. പോപ്പ് അന്ത്യക്രിസ്തു അല്ലേ? പിന്നെ പോപ്പ് പിന്നെ എന്താടാ? അപ്പൊ നമ്മളങ്ങ് ഭയങ്കര ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ നമ്മളങ്ങ് വിരോധം ഉണ്ടാക്കുക. ഏത്? അപ്പൊ നമുക്ക് ഭർത്താമയിലെ വലിയ തിരുവേനി അന്ത്യക്രിസ്തുവാണ്, കൊച്ചു തിരുവേനി അന്ത്യക്രിസ്തുവാണ്, യാക്കോബയിലെ അന്ത്യക്രിസ്തുവാണ്. ഇവരെല്ലാം നമുക്ക് അന്ത്യക്രിസ്തുവാ. അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാനമായപ്പോൾ ഏതാണ്ട് ഒരു റെവലേഷൻ ആൾക്കാർക്ക് ഉണ്ടാകാൻ തുടങ്ങി. 2010 ഈ ISISന്റെ ആവിർഭാവം വരുന്നത്. അപ്പം ഞാൻ അതുവരെ പ്രവചനമൊക്കെ പഠിച്ചിട്ട് ഞാൻ നോക്കിയപ്പം എൻ്റെ ഈ ആഴ്ചയിലും കർത്താവ് വരാൻ പോകുന്നില്ല. നമുക്ക് പിന്നെ മറ്റെന്തെങ്കിലും പ്രസംഗിക്കാന്നുണ്ടെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ISIS എഴുന്നേറ്റ് വന്നത്. സിറിയസ് ISIS എഴുന്നേറ്റ് വന്ന് ഖിലാഫത്ത് മൂവ്മെന്റ് തിരിച്ചു വരാൻ തുടങ്ങിയപ്പോൾ സംഗതി ബൈബിൾ പറഞ്ഞ് തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ആൻറ്റൈ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഇന്നാരാണ് ഇന്നാരല്ലെന്ന് പറഞ്ഞ് 14 ആർട്ടിക്കിൾസ് എഴുതിയത്. ഇപ്പൊ ഏതാണ്ട് അക്ഷരജ്ഞാനമുള്ള പെന്തക്കോസ്തുകാർ ആരും അത് വിളിച്ച് പറയത്തില്ലേ? പോപ്പും മർത്തോമായിലെ വലിയ തിരുവേനിയും
ഒന്നും ഇപ്പൊ ആർക്കും ആന്റി ക്രൈസ്റ്റ് അല്ല. ഇനി ഇപ്പോ കറന്റ്ലി ഒരു 99% പ്രൊട്ടസ്റ്റന്റ് ബിലീവേഴ്സ്, അല്ല നമുക്ക് പെന്തക്കോസ്ത് കുറെ ശരി, ആന്റി ക്രൈസ്റ്റ് എക്സാക്ട്ലി ആരായിരിക്കുമെന്നും എവിടെ നിന്ന് വരുമെന്നും വെളിപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഓരോരുത്തരും ഒരു പുള്ളി അന്ന് ഡെയിലി ഒരു പത്രക്കട്ടിങ് ഇട്ടിരിക്കുന്നത്, ഇങ്ങനെ പിടിച്ച ന്യൂസ് കണ്ടോളൂ, ദോ ഈ പുള്ളി കണ്ട ചിരിച്ച് മണ്ട് എല്ലാവർക്കും വേറെ ഒന്നും ന്യൂസ് പേപ്പർ കട്ടിങ് ഉണ്ട്, ഇങ്ങനെ ആന്റി ക്രിസ്ത്യൻ ഏത് ക്രിസ്തുവിന്റെ എടുത്ത് കാണിക്കുക. വേറൊരു പുള്ളി ഷൗട്ട് ചെയ്തിട്ട് നമുക്കൊരു പിടിയും കിട്ടത്തുമില്ല. ഞാൻ ഇവരാരും അല്ല എൻ്റെ ഫോക്കസ് ആന്റി ക്രൈസ്റ്റ് എന്ന റെവലേഷൻ ഉണ്ടായിട്ടില്ല എന്നാണ്. ദ ഫുൾ റെവലേഷൻ ഓഫ് ആന്റി ക്രൈസ്റ്റ് ഇത് നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിലാണ് ആദ്യം ആന്റി ക്രൈസ്റ്റുകളുടെ പരാമർശം വരുന്നത്. നമ്മളത് വായിച്ചാൽ ആന്റി ക്രൈസ്റ്റുകളോട് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പിടിയും കിട്ടത്തില്ല, ഒറ്റ പിടിയും കിട്ടത്തില്ല. കാരണം അതിൻ്റെ ക്ലാസിക് ലാംഗ്വേജ് മൂലഭാഷയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് പൊരുൾ ധരിക്കുന്ന വാക്കുകൾ ഓരോ എടുത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ഇന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ഇന്ന പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇന്ന മോട്ടീവ് ഒരാൾ പ്രസ്താവിക്കും. അയാളത് പ്രസ്താവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അയാൾ ആന്റി ക്രൈസ്റ്റ് എന്ന്. ആര്? ദാനിയേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ ആന്റി ക്രൈസ്റ്റ് അയാളുടെ ഇതുണ്ടല്ലോ, അയാളുടെ പ്രസ്താവനകൾ, അയാളുടെ ഡിക്ലറേഷൻസ്, റെസൊല്യൂഷൻസ് പറയുന്ന ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ലിസ്റ്റ് അവസാനിക്കുന്നത് അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെയും ആദരിക്കത്തില്ല. അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തെയും സ്ത്രീകളുടെ ഇഷ്ടദേവനെ ആദരിക്കത്തില്ല. അപ്പൊ ഒന്ന്, അവൻ്റെ പിതാക്കന്മാരാരായിരുന്നു? അത് ഹിസ്റ്ററിന്ന് പഠിക്കണം. അപ്പം അവൻ്റെ പിതാക്കന്മാരുടെ ദൈവം ആരാണ്? ആ ദൈവത്തെ അവൻ എന്തുകൊണ്ടാ ആരാധിക്കാത്തത്, ബഹുമാനിക്കാത്തത്? രണ്ട്, സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി ഡിഫക്റ്റീവ് ട്രാൻസ്ലേഷൻ ആണ് മലയാളത്തിൽ. വെരി ഡിഫക്റ്റീവ്. അങ്ങനെ അല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ സംഭവം അവിടെ പറഞ്ഞിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. നോട്ട് ഈവൻ അണ്ടർസ്റ്റുഡ് എലവൻ്റ് പോലും അല്ല സ്ത്രീകളുടെ ഇഷ്ടദേവൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ നമ്മൾ കൊണ്ട് ഒറിജിനൽ ഹീബ്രുവിൽ പോയി കഴിയുമ്പം ആന്റി ക്രൈസ്റ്റ് എന്ന വ്യക്തി ഇന്നയാളാണെന്നുള്ളത് ഇൻഡിവിജ്വലിനെ നമുക്ക് തിരിച്ചറിയാം. മൂന്നാമത്തെ കാര്യം, ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ഫ്രം വാട്ട് പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ വേൾഡ്? ഇതിനെപ്പറ്റി യെഹെസ്കേൽ പ്രവാചകന് ഈ റോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. റോഷ് നമുക്കത്തി, റഷ്യ. അപ്പം അപ്പൊ ഈ അന്ത്യക്രിസ്തു എവിടുന്ന വരുന്നത്? റഷ്യ എന്നാ വരേണ്ടത്. ഈ കഷ്ടമെന്ന് പറഞ്ഞാൽ യെഹെസ്കേൽ 2500 വർഷം മുമ്പ് ഈ കാര്യം പറയുമ്പോൾ റോഷ് എന്നൊരു ജനവിഭാഗം ഈ ഭൂമിയിലുണ്ടായിരുന്നു.
ഭൂമിയിൽ നിലനിന്നിരുന്ന ഒരു ദേശത്തിന്റെ പേരാണ് റോഷ്. Yes. റോഷ്. Mm. That is definitely not in Russia. Okay. Mm, That's mm, definitely not in Russia. mm. അപ്പൊ എന്നോട് ചോദിച്ചേക്കും, ബാബു ഏതടിസ്ഥാനത്താണ് റഷ്യ അല്ലെന്ന് പറയുന്നത്? റഷ്യ അല്ലെന്ന് പറയാൻ കാരണം കേട്ടോണം. അപ്പം ഇംഗ്ലണ്ടിന്റെ ചരിത്രം ആദ്യം എഴുതിയ ആള് റോമൻ മിലിറ്ററി ജനറൽ ആയിരുന്ന ജൂലിയസ് സീസറാണ്. Mm. ജൂലിയസ് സീസറാണ്. ജൂലിയസ് സീസർ ഇംഗ്ലണ്ട് ചരിത്രം എഴുതിയപ്പം ഇംഗ്ലണ്ട് എന്ന വേർഡ് അന്ന് ലോകത്തില്ല. Okay. Mm. ജൂലിയസ് സീസർ എഴുതിയപ്പോൾ ഈ രാജ്യത്തിന്റെ പേര് ബ്രൈത്തോൺസ് എന്ന. ബ്രൈത്തോൺസ്. Okay. ബ്രൈത്തോൺസ്. ബ്രൈത്തോൺസിലാണ്ട് ബ്രിട്ടൈൻ. Britain. Mm. ഇനിയും ഇംഗ്ലീഷ് ചരിത്രം, അത് ബ്രൈത്തോൺസിന്റെ മാത്രമാണെങ്കിൽ, Mm. ഇംഗ്ലീഷ് ചരിത്രം എഴുതിയത് വെനറബിൾ ബേഡിയാണ്. വെനറബിൾ ബേഡി. വെനറബിൾ ബേഡി എഴുതിയിരിക്കുന്നത് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ദി ആംഗ്ലോ സാക്സൺസ് ആണ്. ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററി എഴുതിയത്. Mm. എന്തുകൊണ്ട്? ഇംഗ്ലണ്ട് നിലവിൽ വരുന്നിട്ടില്ലെന്ന്. Okay. Okay. Mm, mm. ഇംഗ്ലണ്ട് അന്ന് നിലവിൽ വന്നിട്ടില്ല. ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററി എഴുതിയത് അതേത് നൂറ്റാണ്ടിലാണ്? ആഫ്റ്റർ 6th സെഞ്ചുറിയാണ്, AD. Okay. യെഹെസ്കിയേല് റോഷ് എന്നെഴുതുമ്പോൾ, യെഹെസ്കിയേൽ റോഷ് എന്നെഴുതുമ്പോൾ റോഷ് എന്ന പേരുള്ള ഒരു രാജ്യം അന്ന് ഭൂമിയിൽ ഉണ്ട്. Okay. 2, ആ രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നല്ല. Mm. 3, നമ്മൾ റഷ്യൻ ഹിസ്റ്ററി എടുത്താൽ റഷ്യക്ക് ചരിത്രത്തിൽ ഒരിക്കലും റോഷ് എന്ന പേരുണ്ടായിട്ടില്ല. Okay. നമ്മൾ പോസ്റ്റ് ബ്രിട്ടീഷ് അല്ല, ഈ പ്രീ കൊളോണിയൽ ഇറ എടുത്താൽ, Mm. ബ്രിട്ടൻ ഇന്ത്യ ഭരിക്കുന്നതിന് മുമ്പ് എടുത്താൽ, Colony. Mm. ഇന്ത്യ എന്ന വേർഡ് അന്നത്തെ ചരിത്രകാരന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ. അവർ ഭാരതം എന്നല്ലേ പറഞ്ഞിരുന്നേ, അതെ അതെ അല്ലേ? അതെ. ഈ ഇന്ത്യ എന്ന് പേരുണ്ടാക്കി ഇവരല്ലയോ? ബ്രിട്ടീഷ്. നമ്മുടെ ഒറിജിനൽ പേര് ഭാരതം എന്നല്ലായിരുന്നോ? അതെ അതെ അല്ലേ? ആന്നല്ലോ. അതെ അതെ ഭരതമുനി എന്നല്ലേ നമ്മൾ പറഞ്ഞിരുന്നേ? അതെ അതെ അല്ല, ഇന്ത്യൻ മുനി എന്നല്ലല്ലോ. അതെ അതെ. ഭരതമുനി നാട്യശാസ്ത്രത്തിലല്ലേ എഴുതിയിരുന്നേ. അതെ. അപ്പം റോഷ് ആണ് റഷ്യ എന്ന് പറഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ അങ്ങനെ കാച്ചുവിടുക. കാരണം ഇപ്പോഴും വെളിപ്പാട് ദിവസം വ്യാഖ്യാനം എന്ന് പറഞ്ഞ കക്ഷികളെല്ലാം എവിടെ വന്നിരിക്കുന്നത്? റോഷ് റഷ്യ. ഞാൻ എൻ്റെ പൊന്നപ്പച്ചന്മാർ, നിങ്ങൾ എന്തോ അടിസ്ഥാനത്തിൽ പറയുന്നത്? ഉം. ഒരാള് ഒരു കാര്യം പറഞ്ഞു, യെഹെസ്കിയേൽ റോഷ് എന്ന് പറഞ്ഞാൽ യെഹെസ്കിയേലിന്റെ കാലത്ത് റോഷ് എന്നൊരു രാജ്യമുണ്ടോ? അവര് റഷ്യ ആണോ അതോ വേറെ ആരെങ്കിലും ആണോ? ഉം. നോക്കിക്കേ, ഉം. ആ ഭൂഖണ്ഡത്തിലേ വിടുന്നില്ല. ഉം. ഈ റോഷ് എന്ന് ഞാൻ നാട്ടിലേ വിടുന്നില്ല. ഉം. ഇനി കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ഓരോന്നോരോന്ന് പറക്കി കൂട്ടി വെക്കുമ്പോൾ കൃത്യമായിട്ട് റോഷ് എവിടെ നിന്ന് വരുന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനറിയാം, കാനഡയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ച രാവിലെ നമുക്കൊരു ബൈബിൾ ടോക്ക് ഷോ ഉണ്ട്. ടോക്ക് ഷോ. ആ ടോക്ക് ഷോയിൽ ഞാൻ ആ ടോപ്പിക്സ് ആരംഭിച്ചു കഴിഞ്ഞു. എനിക്ക് ഒരു 3 or 4 ക്ലാസ് കഴിയുമ്പോൾ ഈ റോഷ് എന്ന് പറയുന്ന ആരാണ്, ഏത് രാജ്യമാണ്, ഇന്ന് നിലനിൽക്കുന്ന ഏത് രാജ്യമാണ്, അവിടുന്ന് ആന്റൈ ക്രൈസ്റ്റ്, റോഷ് മേഷക് തൂബൽ എന്നിവയുടെ പ്രഭുവായിട്ട്
ഉം. എഴുന്നേറ്റ് വരുമെന്ന് നമ്മളൊരു 4 ആഴ്ചയോടെ കഴിയുമ്പം പറയും. ഓക്കെ. അപ്പൊ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഉം. എൻ്റെ റൂട്ട് മുഴുവൻ പറഞ്ഞു പറഞ്ഞല്ലോ. അതെ. അപ്പോ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കാറായി. ഉം. ആദ്യം വിശ്വാസത്യാഗം സംഭവിക്കണം. ഉം. എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് കൂട്ടം ആളുകളും ക്രിസ്ത്യാനികളാണ്, വിശ്വാസികളല്ല. ഉം. ക്രിസ്ത്യാനികളാണ്, പക്ഷേ വിശ്വാസികളാണ്. ദേ- ഭക്തിയുടെ കർത്താവിനെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിച്ചു. ഉം. ഭക്തിയുടെ വേഷം ധരിച്ചതിന്റെ ശക്തിയെ ത്യജിച്ചു. ത്യജിച്ചു. വിശ്വാസത്യാഗം എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇംഗ്ലണ്ടിൽ വന്നാൽ ഇവിടുത്തെ മെയിൻ ചേർച്ച് സ്റ്റേറ്റ് റിലിജൻ ആണല്ലോ ഈ ആംഗ്ലിക്കൻ ചേർച്ച്. Yes. ആംഗ്ലിക്കൻ ചേർച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ ക്രിസ്തീയ വിശ്വാസം എന്ന് നമ്മൾ പറയുന്ന ഒന്നാമത്തത് യേശു ക്രിസ്തു ഏക ലോകരക്ഷിതാവ്. ഉം. അത് ആംഗ്ലിക്കൻ ചേർച്ച് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അനേക രക്ഷിതാക്കളുണ്ട്. യേശു ക്രിസ്തുവിന് വേണേലും രക്ഷിക്കാം. ഉം. ആ കൂടുതൽ കർത്താവിടെ രക്ഷിച്ചോണ്ടെന്ന് എന്ത് തന്നെ കഷ്ടപ്പെടുന്നു, മറ്റുള്ളവരൊന്നും ഉണ്ടല്ലോ. ഉം. ഇതല്ല. എല്ലാവരുടെയും കൂടെ. ഉം. 2, ദൈവസഭയ്ക്ക് കൊടുത്ത ഏകവിശ്വാസ സ്നാനം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള നിമജ്ഞന സ്നാനം. ഉം. ഒറ്റ സ്നാനം. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അനുഷ്ഠിക്കുന്നുമില്ലല്ലോ. കാത്തിരുന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി നൽകുന്ന പരിശുദ്ധാത്മാവ്, ഉം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ക്രിസ്ത്യാനിക്ക് വിശ്വസിക്കേണ്ട ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഈ ഔദ്യോഗിക ചർച്ച വിശ്വസിക്കുന്നുണ്ടോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ഇല്ല. ഉം. ഇല്ല. വിശ്വാസത്യാഗം സംഭവിച്ചു ഉം. അല്ലേ? ആ വിശ്വാസത്യാഗം വന്ന് താഴെ എവിടെ വരെ എത്തി? ഒരു കാലത്ത് പെന്തക്കോസ്ത് വിശ്വാസികളാണെന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ ഇടയിലും സഭയൊന്നുമല്ലാതെ ഈ ആൾക്കാർ വരുന്നു, കൊട്ടും ബഹളവും അട്ടിയും പിടിയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ. ഇപ്പം സഭയുടെ ഒന്നാമത്തെ പ്രമാണം വിശുദ്ധിയുടെ ഉപദേശമാണ്. ഉം. വിശുദ്ധിയുടെ ഉപദേശം, ദ ഡോക്ട്രിൻ ഓഫ് ഹോളിനെസ്, നമ്മൾ ഏതെങ്കിലും സഭകളിൽ പഠിപ്പിക്കുന്നുണ്ടോ? കുറവാണ്. ഒരു സഭയിലും ഡോക്ട്രിൻ ഓഫ് വിശുദ്ധി എന്ന് പറയല്ല. പാസ്റ്റർ, എന്തോ നിങ്ങൾ പറഞ്ഞു വാട്ട് ഡസ് ഇറ്റ് മീൻ ഉം. എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധി, വിശുദ്ധി എന്താണെന്ന് പഠിപ്പിക്കുന്നില്ലല്ലോ. അപ്പം ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഉം. ക്രിസ്ത്യാനിക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അല്ലേ? The faith that has been handed over to the church once and for all ഉം. has been declined. ഉം. ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഈ സംഭവിക്കുമ്പോൾ തന്നെ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിക്ക്, ഉം. ഞാൻ നമ്മുടെ കാനഡയിൽ നിന്നുള്ള ഈ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഉം. ഒരു 4000 പീപ്പിൾ അത് കേൾക്കുന്നുണ്ട്. ഉം. ഈ ബില്യൺസ് എന്ന് വേണേൽ പറയാവുന്ന ക്രൈസ്തവ ലോകത്ത് 4000 പേര് ബാബുവിൻ്റെ ബൈബിൾ ക്ലാസ് കയറിയിട്ട് എതിർ ക്രിസ്തുവിന് അധർമ്മമൂർത്തിയെപ്പറ്റിയുള്ള വെളിപ്പാട് എന്താണെന്ന് അവർ ഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഉം. അതൊരു പേഴ്സൻറ്റേജ് എടുക്കാനുണ്ടോ? So it's a microscopic minority. Yeah. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി പേഴ്സൻറ്റേജ് എടുക്കാനില്ലല്ലോ. അത് ഇല്ല. അങ്ങനെ Yeah. അനേക സ്ഥലങ്ങളിൽ ചില ബാബു ജോണിനെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഐ എം നോട്ട് ദ ഓൺലി മാൻ. എന്തിനു വേണ്ടി? ഈ അധർമ്മമൂർത്തിയെ പറ്റിയുള്ള വെളിപ്പാട് കൊടുക്കുന്നതിന്. ഉം. ആദ്യമേ വിശ്വാസത്തെ സംഭവിച്ചോ? സംഭവിച്ചു. 2, അധർമ്മമൂർത്തിയെ പറ്റി വെളിപ്പാട്. അധർമ്മത്തെ വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ സഭയുടെ ഉൽപ്രാവണം. സഭയുടെ ഉൽപ്രാവണം കഴിഞ്ഞ്
എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം. പക്ഷെ എതിർ ക്രിസ്തു ആണെന്ന് ആർക്കും അറിയത്തുമില്ല. അതാണ് ശരിയായ ക്രിസ്തു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. 3.5 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ റെയിനിന് ശേഷം എതിർ ക്രിസ്തു ആരായി മാറുന്നു? അധർമ്മമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതുവരെ വെളിപ്പെട്ട ഇപ്പൊ എന്തായി? പ്രത്യക്ഷപ്പെടും. ഇതാണ് അതിന്റെ സ്റ്റേജസ്. അപ്പോൾ വളരെ സൂക്ഷ്മമായ ഒരു വേദ പഠനം ഇതിന്റെ പിന്നിൽ ആവശ്യമാണ്. നമ്മളെപ്പോഴും പറയാനുള്ള അതിന്റെ കറക്റ്റ് ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ് എന്തൊക്കെയാണ്? ഏൻഷ്യൻ ഹീബ്രുവിൽ ഉപയോഗിച്ച വാക്കുകൾ. ഇവിടെ തിമോത്തിയോസിന്റെ തെസലോനിക്ക ലേഖനം വന്നപ്പോഴത്തേക്ക് പൗലോസ് ശ്രദ്ധിച്ചുപയോഗിച്ച വാക്കുകൾ. റെവലേഷനും മാനിഫെസ്റ്റേഷനും. റെവലേഷൻ എപ്പോഴാണ്? മാനിഫെസ്റ്റേഷൻ എപ്പോഴാണ്? 3 നടക്കേണ്ട സ്റ്റേജസ്. 4 ഈ അധർമ്മമൂർത്തി ആരാണ്? അധർമ്മമൂർത്തി എവിടുന്നാണ് വരുന്നത്? ഇത്തരം കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ആയതാണ്. അപ്പോൾ ഈ കർത്താവിന്റെ വരവ്, സഭയുടെ ഉൾപ്രാവണം എന്നീ വിഷയങ്ങളൊക്കെ ഇപ്പൊ സംഭവിക്കാറായല്ലോ. ഇപ്പൊ സംഭവിക്കാറായപ്പോഴേക്ക് നടക്കുന്നതെന്നറിയാമോ? ഒന്ന്, ബൈ ആൻഡ് ലാർജ് ദൈവസഭകൾക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ലാതായി തീർന്നു. നമുക്ക് രോഗശാന്തി, ഭൂതശാന്തി, വിടുതല്, അമേരിക്ക പോവുക, വിസ റെഡിയാവുക, വലിയ വീട് വെക്കാനുള്ളതായ മോർഗേജ് കിട്ടുമോ, ഇത്തരം കാര്യങ്ങൾ നമുക്ക് താല്പര്യമുള്ളൂ. ദ അതർ തിങ് വി ആർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ. സഭകൾക്ക് താല്പര്യമില്ല. വിശ്വാസികളെ അതിലേക്ക് അവരുടെ താല്പര്യത്തെ തിരിച്ചുവിടണം. The believers should be steered their interest into these things. അത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളോ അവരും ചെയ്യുന്നില്ല. They are not interested. കർത്താവിനെ സംബന്ധിച്ചോളോ, ഇസ്രയേലിന്റെ ജനസംഖ്യ കടൽപ്പുറത്തെ മണൽ പോലെയായാലും ഒരു ശേഷിപ്പേ രക്ഷിക്കപ്പെടത്തുള്ളൂ. എ ഹാൻഡ്ഫുൾ ഓഫ് റെമിനൻസ് മതി. ക്രിസ്ത്യാനികൾ എന്ന് പേരുള്ള ആളുകളുടെ മജോറിറ്റി ഒരു മൃഗീയ ഭൂരിപക്ഷം ഈ ലോകത്തുണ്ടായതുകൊണ്ടും അവർ സ്വർഗത്തിൽ പോകണമെന്ന് അവർക്ക് താല്പര്യമില്ല. പിന്നെ കർത്താവിനാണ് താല്പര്യം അല്ലേ? കർത്താവിൻ്റെ കാഹളം അതിലെടുക്കപ്പെടുക എന്നുള്ള കാര്യങ്ങൾ താല്പര്യമില്ലല്ലോ. പിന്നെ അവർക്ക് താല്പര്യം ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളാണ്. ദൈവം ധാരാളം കൊടുക്കുന്നുണ്ട്. അപ്പം വിശ്വാസത്യാഗം, അധർമ്മൂർത്തിയുടെ വെളിപ്പാട്, അതിനുശേഷം അധർമ്മൂർത്തിയുടെ പ്രത്യക്ഷത. ഇതാണ് അതിന്റെ സ്റ്റേജസ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്. താങ്ക് യു. ഓക്കെ സർ. ഈ വെളിപ്പാടും പ്രത്യക്ഷതയും തമ്മിൽ ഇത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത് വളരെ അർത്ഥവത്തായി. യെസ്. Yeah. There is a difference. Yeah. വ്യത്യാസമുണ്ട്. അടുത്ത ചോദ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അന്യഭാഷ സംസാരിക്കുന്നവർ മിക്കവാറും ഒരേ പദം ഉപയോഗിക്കുന്നു. ഒരു പദത്തിന് പല അർത്ഥമുണ്ടോ, അതോ പറയുന്ന ആൾ ആത്മീക വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടാണോ അങ്ങനെ കേൾക്കുന്നത്? നല്ല ചോദ്യമോ. അത് സിമ്പിളാണ് കേട്ടോ, ലളിതമായ ഒരു കാര്യമാണ്. നമ്മൾ ഇപ്പോഴുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കാലത്തൊക്കെ ഈ സിറ്റിയിലൊരു ടെലികമ്മ്യൂണിക്കേഷൻ ഓഫീസ് ഉണ്ടായിരുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഓഫീസുണ്ട്. അവിടെ പോയാൽ ഈ ടെലക്സ് അടിക്കുന്നവരും ടെലക്സ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ടെലക്സ് മെസ്സേജ് ഒരാളുടെ ഇത് ടൈപ്പ് ചെയ്യാണ്. അപ്പം ഏതോ രാജ്യത്ത് ഒരു ഓഫീസിലാണ് ഈ ടൈപ്പ് കിട്ടുന്നത്. മനസ്സിലെ, നമ്മൾ ടൈപ്പ് അടിക്കുന്നു, അവിടെ അന്നേരം തന്നെ ഇത് പ്രിൻ്റായി കിട്ടുകയാണ്. അപ്പം ഞാനിപ്പം എനിക്ക് ഒരു രാജ്യത്ത് അയക്കാനുള്ള ടെലക്സ് എഴുതിക്കൊണ്ട് ടെലക്സ് ഓഫീസിൽ കൊടുക്കുന്നു. എന്നിട്ട് എൻ്റെ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ തുറന്നിരിക്കട്ടെ. അപ്പോൾ വേറൊരാൾക്കൊന്ന് അറിയണമെന്നുണ്ട്.
പുള്ളി പമ്മി ഇങ്ങനെ അവിടെ നിൽക്കുക, എന്താ അടിക്കുന്നത് കേൾക്കാൻ. കടകട 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 കൃ. പിന്നെ കടകട കട കടകട ഇതെല്ലാം കേട്ടുള്ളൂ. അതെ. കേട്ടത് പിന്നെന്തോ ഇത് കടകട കട കൃ കടകട കട കൃ കടകട കൃ. ഉം. അവന് Yeah. വല്ലതും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി. പക്ഷെ അപ്പുറത്തോ It is clear. അബ്സല്യൂട്ട്ലി ക്ലിയർ. അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, ദൈവത്തോട് ദൈവത്തോടത്രേ സംസാരിക്കുന്നു. ദൈവം ഒരു ഭാഷ അന്യഭാഷ സംസാരിക്കുന്നതിന് വായി കൊടുത്തു. ഉം. അവനതിൽ സംസാരിക്കുന്നു, ഉം. ദൈവത്തോട് സംസാരിക്കുന്നു, ഉം. ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു, തനിക്ക് ആത്മീയ വർധന വരികയും ചെയ്യുന്നു. കേൾക്കുന്നവനെ കടകട 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 കൃ കടകട കടകട അല്ലേ? ഇവരെന്തുവാണ് ഈ പറയുന്നത്? അപ്പൊ ആൾക്കാർ അതേ അവനങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയല്ല, പിച്ച കൊച്ചു തുടങ്ങിയല്ല, ഈ കൊച്ചു പിള്ളേർ ടാറ്റാന്ന് പറയാൻ പല്ലേ ഉള്ളൂ. അത് നല്ല ഒരു 8 വർഷം കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ഫുൾ സെന്റൻസിന് അന്യഭാഷ പറയുന്നത്. ഉം. അത് അവരുടെ ഭാവനയ്ക്കനുസരിച്ചുള്ള മറുപടിയാണ്. Okay. അതല്ല എൻ്റെ ശരിയായ മറുപടി ഇതാണ്. Okay. നമ്മൾ സംസാരിക്കുന്നു, ഉം. ദൈവത്തോട് സംസാരിക്കുന്നു. ദൈവം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. ഈ അടുത്തിരുന്ന് കേൾക്കുന്ന വേറെ ഒന്ന്, ഇൻക്ലൂഡിങ് സാത്താൻ, ഉം. ഒരു പിടിയും കിട്ടത്തില്ല. ഉം. ഇനി അവരതിനെപ്പറ്റി പറഞ്ഞ് കരഞ്ഞവരാണെന്നിട്ട് വേറെ വലിയ ഗുണമൊന്നുമിട്ട് ഇല്ലതാണ്. താങ്ക് യു വെരി മച്ച് സർ. ഈ സെഷൻ പ്രേക്ഷകർക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കമന്റ് ബോക്സിലോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു വൺസ് അഗൈൻ.